ഇന്ന് ഏപ്രിൽ 19 ലോക കരൾ ദിനമാണ്. ശരീരത്തിന് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ ശുദ്ധീകരണശാലയും കൂടിയാണ്. ഇപ്പോൾ കരളിൻ്റെ ആരോഗ്യം ഒരുപാട് പേരിൽ തകർന്നു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കരൾ രോഗികളുടെ എണ്ണം കൂടുന്നു, സങ്കീർണതകൾ കൂടുന്നു, കരൾ മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കാലത്ത് കുറേ കാലങ്ങൾക്ക് മുൻപ് വരെ ഇത് മദ്യപാനികളിലും പ്രായം കൂടിയവരിലും മാത്രം കാണുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ചിത്രം മാറി. ഇപ്പോൾ മദ്യപാനികളിൽ മാത്രമല്ല, സ്കൂളുകളിൽ പോകുന്ന കുട്ടികളിൽ പോലും ഇത് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഗുരുതരമായ പ്രശ്നം. ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഫാറ്റി ലിവർ കുട്ടികളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടിക്കുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അമിതമായ ആഹാരം, കൊഴുപ്പ് കൂടിയ ആഹാരം, നാരുകൾ അടങ്ങിയ പച്ചക്കറി, പഴങ്ങൾ കുറഞ്ഞു കഴിക്കുന്ന ശീലം, ഇതിൻ്റെ വ്യായാമമില്ലാത്ത ജീവിത രീതി. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമായി പറയാനുള്ളത്. ഇത് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം, ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇത് കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ആദ്യം കാണുന്നത് ഈ ദഹനേന്ദ്രിയ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങളാണ്. വിശപ്പ് കുറയുക, വയറ് വീർക്കുക, ഏമ്പക്കം, മനം വരട്ടെ, ഇങ്ങനെ ചില പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ പോലും നമ്മുടെ ഇടയിലുള്ള ഭൂരിഭാഗം പേരും ഡോക്ടറെ കാണാനും ആശുപത്രി പോകാനും തയ്യാറല്ല. അവർ മരുന്ന് കടകളിൽ പോയി വിവരം പറഞ്ഞ് ഗ്യാസിലുള്ള മരുന്ന് വാങ്ങി കഴിക്കും. ഇതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത്. ഇത് കുറേ കൂടെ കഴിയുമ്പോൾ ഈ കരളിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും, ഒരുപാട് സങ്കീർണതകളുണ്ടാകും. അപ്പോൾ സാധാരണ കരളിൻ്റെ ആരോഗ്യ നിലവാരം എന്താണെന്ന് വെച്ചാൽ, അതിനൊരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും നാശം വരുമ്പോൾ കരൾ തന്നെ അത് തിരിച്ച് പ്രവർത്തനം നടത്തി ശരിയാക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ചിലപ്പോൾ ഒരു 85% നശിക്കുമ്പോഴായിരിക്കും കാലുകളിൽ നീര് വരുന്നതും വയറ് വീർക്കുന്നതും ചിലപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പലപ്പോഴും നമ്മൾ ആശുപത്രികളിൽ എത്തുമ്പോൾ കാര്യമായി ഒന്നും ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. ഇതാണ് സങ്കീർണത. ഈ തികഞ്ഞ അശ്രദ്ധയാണ് ഇത് സങ്കീർണതകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ ഉത്തരവെന്ന് പറയുന്നത് നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ജീവിതശൈലി, അത് മാത്രമാണ്. അതിലെടുത്ത് പറയാവുന്നത് നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ്. ഈ ഭക്ഷണശീലത്തിൽ നമ്മൾ എപ്പോഴും അരിയാഹാരം, അതുപോലെ ഈ നാരുകൾ കുറഞ്ഞ ആഹാരം, പിന്നെ കൊഴുപ്പുകൾ കൂടിയ ആഹാര പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ എന്നോ തയ്യാറാക്കി പാക്കറ്റിൽ വന്ന പലഹാരങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആഹാര വസ്തുക്കളുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ പൂപ്പലൊക്കെ വന്ന് കാണും. അപ്പോൾ ഇതിൽ കൊഴുപ്പിൻ്റെ ശേഖരം കൂടുതലാണ്, ഈ പൂപ്പലിൻ്റെ സാന്നിധ്യം. ഇതെല്ലാം കരളിൻ്റെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, ഈ ആദ്യം ഡോക്ടറെ കാണുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതേ രീതിയിൽ നമ്മുടെ ആഹാരം ക്രമീകരിക്കണം. ഈ നമ്മുടെ അരിയാഹാരം കുറച്ച് പകരം ഈ റാഗി കുറച്ച് കൂടുതൽ കഴിക്കുന്നതിനാണ്. റാഗി ആകുമ്പോൾ അതിൽ കൊഴുപ്പിൻ്റെ ശേഖരം കുറവാണ്, ആവശ്യത്തിന് വേണ്ട അന്നജമുണ്ട്, ഈ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ വേണ്ട കാൽഷ്യവും മാഗ്നീഷ്യവും ഇരുമ്പും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വെള്ളുള്ളി ഈ കരളിനെ ശുദ്ധീകരിക്കാൻ നല്ലതാണ് എന്നാണ് പുതിയ പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഡീറ്റോക്സിഫൈ ദി ലിവർ എന്നാണ് ആ പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ആഹാരശീലം, അതുപോലെ വ്യായാമം. ഈ ഞാനൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1 മണിക്കൂറായിരുന്നു രാവിലെ സ്കൂളിലേക്ക് നടക്കുന്ന സമയം. തിരിച്ച് വൈകുന്നേരം 1 മണിക്കൂർ നടത്തും. അല്ലാതെ ഒരുപാട് ജോലികൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അക്കാലങ്ങളിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വാഹനം സൈക്കിളായിരുന്നു. സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു വ്യായാമമാണ്. ഇപ്പോൾ ഇത്തരം സ്വഭാവങ്ങളൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ ജീവിതശൈലിയും സ്വഭാവങ്ങളും എല്ലാം ഒരു തിരുത്തിക്കുറിക്കൽ ഈ കരൾ രോഗത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ആഹാരം ക്രമീകരിക്കണം. 2, പതിവായി നമ്മൾ വ്യായാമം ചെയ്തു തുടങ്ങണം. അത് ഡോക്ടറോട് ചോദിച്ചാകും. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പണ്ട് ഈ നടക്കുമായിരുന്നത് ഇപ്പം ഇല്ല. ഇപ്പം എല്ലാവരും വാഹനത്തിലാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ അടുത്ത തലമുറയുടെ കരളിൻ്റെ ആരോഗ്യം പ്രശ്നസങ്കീർണമാക്കും.